ഗുഡ് ഈവനിങ് ഓൾ. ആരെയും കാണുന്നില്ലല്ലോ. എല്ലാരും Good സ്ക്രീനിന് evening. അപ്പുറത്താണ് അല്ലേ? Good ഗുഡ് evening. ഈവനിങ് ഓൾ. Good evening. Good Good evening. evening. Good evening. നമ്മുടെ സെഷനിലേക്ക് ജോയിൻ ആയിട്ടുള്ള ഈ 9 o'clock ആയിട്ടുണ്ടല്ലേ ഇപ്പൊ ഈ 9 o'clock നമ്മുടെ സെഷനിൽ ജോയിൻ ആയിട്ടുള്ള എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ നമ്മുടെ സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ടോപ്പിക്കിന്റെ ടൈറ്റിൽ ഇല്ലേ? നോട്ട് ചെയ്തിട്ടുണ്ടോ? Yes, yes, Yes. അതെ. Yes. ടോപ്പിക്കിൻ നോട്ട് ചെയ്തിട്ട് ജോയിൻ ആവണമെന്ന് തോന്നി വന്നവരാണോ? എന്തെങ്കിലും സംതിങ് ഡിഫറെന്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് തീർച്ചയായും. Yes. ആണല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം? അതല്ലേ നമ്മുടെ ടോപ്പിക്. ഒരു സെക്കൻഡ്. എന്താണ് നമ്മുടെ ടോപ്പിക്? എന്തായിരുന്നു? എങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം, പ്രത്യേകിച്ച് എങ്ങനെ നമുക്ക് ലൈഫിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാന്ന് പറയുമ്പോ എന്റെ ഒരു ചോദ്യം ഇതാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഇല്ലാത്തവരാണോ നമ്മളൊക്കെ എന്തെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തവരോ അല്ലെങ്കിൽ ഉത്തരവാദിത്തം കാണിക്കാത്തവരോ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തവരാണോ? നിങ്ങളൊക്കെ അങ്ങനെയാണോ? യെസ് ഓർ നോ? അല്ല. ഞാൻ നിങ്ങളെ ആരെയും മ്യൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. കാരണം എന്താന്ന് നമുക്ക് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് സംസാരിച്ചു പോകാം. അതിനിടയിൽ നിങ്ങൾ കുറച്ചാളെങ്കിലും ഒന്ന് വീഡിയോയിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ലൈവ് ഇന്ററാക്ട് ചെയ്ത് ചോദിച്ച് പറഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ പോകാം നമുക്ക്. ഞാൻ ഇങ്ങനെ ഒരു സെഷനായിട്ട് എങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള സെഷനായിട്ട് വരാനുള്ള കാരണം തന്നെ, നമ്മളിങ്ങനെ ഓരോ സെഷൻ പബ്ലിക് സ്പീക്കിംഗുമായിട്ട് സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് റിക്വസ്റ്റ് ആണ്. ഒരു പേഴ്സണൽ ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ കൗൺസിലിംഗ് പോലെയുള്ള അങ്ങനെയുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തരുമെന്ന് ഒരുപാട് ആളുകൾ പേഴ്സണലി ചോദിച്ചു വരുമ്പോൾ എനിക്ക് തോന്നി, അപ്പൊ എന്തോ സംതിങ് എല്ലാവർക്കും എന്തോ ഒരു മിസ്സിങ് ഉണ്ട്. എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്നുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവരല്ലേ? അല്ലേ? ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പൊ ഉത്തരവാദിത്തം ഇല്ലാത്തവരോ അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തവരോ ഒന്നല്ല. എന്നിട്ടും ഈ ഒരു സെഷനിൽ എങ്ങനെയാണ്, എനിക്ക് തോന്നുന്നു ഉത്തരവാദിത്തം കൂടിപ്പോയതിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉത്തരവാദിത്തം കൂടിപ്പോയതിന്റെ പ്രശ്നമാണ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, കുറഞ്ഞതിന്റെ പ്രശ്നമാണ്. കുറഞ്ഞു പോയിട്ടുണ്ട് കുറച്ച്. ഉത്തരവാദിത്തം കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ കുറഞ്ഞത് ആരോടാണ് എന്ന് പറഞ്ഞാൽ നമ്മള് ഉത്തരവാദിത്തം കൂടിപ്പോയെന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ രാവിലെ എണീറ്റത് മുതൽ നമുക്ക് ഒരുപാട് നമ്മൾ വിചാരിക്കും ഇത് എന്റെ ബാധ്യതയാണ്, ഇതെന്റെ ഉത്തരവാദിത്തമാണ്. രാവിലെ എണീറ്റപ്പോ തന്നെ ഒരു ഓട്ടം അല്ലെ? ഓട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പ്രത്യേകിച്ച് ലേഡീസ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഉത്തരവാദിത്തം കുറവല്ല, നമ്മൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ കുറവ് എന്ന് പറയുന്നത് ചിലപ്പോ ഇതിനിടയിൽ നമ്മൾ സെൽഫിനോടുള്ള ഉത്തരവാദിത്തമായിരിക്കും ചിലപ്പോ കുറഞ്ഞു പോകുന്നത്. അങ്ങനെയല്ലേ? അല്ലാതെ നമ്മുടെ ഉത്തരവാദിത്തം കുറയുന്നുണ്ടോ? എപ്പോഴെങ്കിലും കുറയുന്നുണ്ടോ? ഇല്ല, സെൽഫിനോടാ കുറയുന്നത്. സെൽഫിനോടാണ് കുറയുന്നത്. അല്ല നമ്മൾ ലൈഫിൽ റെസ്പോൺസിബിലിറ്റി എടുക്കാത്തവരോ ആരുടെയും കാര്യങ്ങൾ നോക്കാത്തവരോ അല്ലെങ്കിൽ ഒരാളോട് കമ്മിറ്റ്മെന്റോ കാര്യങ്ങളോ ഇല്ലാത്തവരോ ഒന്നും അല്ല നമുക്ക് നിങ്ങൾക്ക് ആരോടൊക്കെയാണ് ഒന്ന് ജസ്റ്റ് ചാറ്റ് ബോക്സ് ഒന്ന് ടൈപ്പ് ചെയ്തേ. ആരോടൊക്കെയാണ് നിങ്ങൾ ഉത്തരവാദിത്തം കാണിക്കുന്നത് ലൈഫിൽ? ആരോടാണ് നിങ്ങൾ ഉത്തരവാദിത്തം കാണിക്കാറുള്ളത്? ഒന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തേ, നോക്കട്ടെ ആരോടാണ്. ചാറ്റ് ബോക്സ് ഒക്കെ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ചാലഞ്ചിങ് ആണോ? ഹസ്ബൻഡിനോട് ഉത്തരവാദിത്തം കാണിക്കുന്നുണ്ട്. പിന്നെ ആരോടാണ്? മക്കൾസിനോട് തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ചും മക്കളോട് ഉത്തരവാദിത്തം കാണിക്കുന്നത്. പാരന്റ്സിനോട് ഇതൊക്കെ കാണിക്കുമ്പോഴായിരിക്കും ചിലപ്പോ നിങ്ങൾ കുറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ള. ഫാമിലി ഉണ്ട് അല്ലെ? ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്. ഇതൊക്കെ കാണിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് എന്നോടുള്ള ഉത്തരവാദിത്തം ഞാൻ കുറച്ച് കുറയ്ക്കുന്നുണ്ടോ എന്ന് വിചാരിച്ച് നമുക്ക് ഈ ഉത്തരവാദിത്തം സൊസൈറ്റി വരുന്നുണ്ട്, പാരന്റ്സ് ഉണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മളോട് ഉത്തരവാദിത്തം കുറയുന്നു എന്ന് വിചാരിച്ചിട്ട് ഈ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? പാരന്റ്സിനോടുള്ള ഉത്തരവാദിത്തം, കുട്ടികളോടുള്ള ഉത്തരവാദിത്തം, ഇതൊക്കെ നമുക്ക് അല്ലെ? എനിക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇതൊക്കെ മാറ്റി വെക്കാൻ പറ്റുമോ? പറഞ്ഞോ, പറ്റുമോ? ഇല്ല അല്ലെ? ഒരിക്കലും പറ്റില്ല. ഇതും നമ്മൾ ചെയ്യേണ്ടതാണ്, അതും നമ്മൾ ചെയ്യണം. അപ്പൊ പിന്നെന്താ ചെയ്യാ? അപ്പൊ ഇനി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നോണ്ട് അല്ലെ, മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി ഒരുപാട് ഓടുന്നത് കൊണ്ട്, ആ റെസ്പോൺസിബിലിറ്റി ഒരുപാട് ഏറ്റെടുക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്സിങ് അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാലഞ്ച്, വെല്ലുവിളികൾ നേരിടുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ
യെസ് നല്ലോണം വരുന്നുണ്ട്. ഹെൽത്ത് സ്പെസിഫിക് ആയിട്ടൊന്നും ഇഷ്യൂസ് വരുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് ഹെൽത്ത് വരുന്നുണ്ട് ഇഷ്യൂസ് അല്ലേ? വരുന്നുണ്ട്. പിന്നെ പിന്നെ ടെൻഷൻ വരുന്നുണ്ട്. ടെൻഷൻ വരുന്നുണ്ട്. പിന്നെന്താണ്? വേറെ ആർക്കും ഒന്നുമില്ല. നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം കേട്ടോ. പേടി. പേടി വരുന്നുണ്ട്. പിന്നെ പിന്നെന്താണ്? സ്ട്രെസ് വരുന്നുണ്ട്. സ്ട്രെസ് കൂടുന്നുണ്ട്. ചില ആളുകൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. പ്രശ്നമൊന്നും ഇല്ല, വെരി ഗുഡ്, ഗ്രേറ്റ്. അപ്പൊ നിങ്ങൾ നിങ്ങളോടും ഉത്തരവാദിത്തം കാണിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മൾ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ മറ്റുള്ളവരോട് സപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കാണിച്ച് നമ്മൾ ഇങ്ങനെ ഓടി നടന്നിട്ട് വല്ലാണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഇവിടെ വീഡിയോയിൽ വരാൻ പറ്റുന്ന ആരും ഉണ്ടാവില്ല അല്ലെ? ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കാം. അതും എന്താ പറയാ, ഇറ്റ്സ് ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഇറ്റ്സ് ഓക്കെ. എന്തെങ്കിലും കാരണം 9 മണിയായല്ലോ, നിങ്ങളിപ്പോ ചിലപ്പോ കിച്ചണിലൊക്കെ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കിച്ചണിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറയുമ്പോ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊക്കെ കഴിഞ്ഞ് നമ്മളിലേക്ക് എന്ന് നോക്കുന്ന സമയത്ത് അല്ലേ, ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നടത്തുന്ന സമയത്ത്, ഒരു സെൽഫ് അനാലിസിസ് നടത്തുന്ന സമയത്ത് ചില സമയത്ത് നമുക്കൊരു ശൂന്യത ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? വല്ലാത്തൊരു കുറ്റബോധമൊക്കെ ആയിരിക്കും. ഇങ്ങനെ അതെനിക്ക് എന്നെ ഞാനൊരു സെൽഫിഷ് ആണെന്ന് മറ്റുള്ളവർ വിചാരിക്കുമെന്ന് തോന്നാം. നമ്മളെ കാര്യങ്ങൾ നോക്കുമ്പോഴല്ലേ, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കുമ്പോൾ ഞാനൊരു സെൽഫിഷ് ആണെന്ന് മറ്റുള്ളവർ വിചാരിക്കുന്നല്ലേ പറയുന്നത്. പക്ഷെ എന്നാൽ നമ്മൾ അത് വിചാരിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങളെ മാറ്റി വെക്കുന്ന സമയത്ത് നമുക്ക് പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ശൂന്യത ഇല്ലേ, അങ്ങനെ തോന്നാറുണ്ട്. അവിടെ നമ്മൾ എന്താ ചെയ്യാ? അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ? ലാസ്റ്റ് നമ്മളൊരു സൊല്യൂഷനിലെത്തും. എന്ത് സൊല്യൂഷനിലാണ് നമ്മൾ എത്തുക? അങ്ങനെ തോന്നുന്ന സമയത്ത് അങ്ങനെ സംഭവിക്കും, നമ്മൾ എന്താ ചെയ്യുക? എന്ത് സൊല്യൂഷനിലാണ് നമ്മൾ എത്തുക? അവിടെ നമ്മൾ ഒരുപാട് ന്യായീകരണങ്ങൾ കണ്ടെത്തും. അതായത് ചിലപ്പോ മറ്റുള്ളവരിലേക്ക് നമ്മളിലെ നിങ്ങളെ മക്കളോട് ചിലപ്പോൾ നിങ്ങളെ നോക്കാനുള്ളത് കൊണ്ടാണ്, അല്ലെ പാരന്റ്സിനെ നോക്കാനുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്താ പറയാ ഇത്ര വീട് നോക്കാനുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ജോലി ഉള്ളത് കൊണ്ടാണ്, അതുകൊണ്ടാണ്, ഇന്നത് കൊണ്ടാണ് അല്ലെ, അങ്ങനെ ഒരുപാട് ന്യായീകരണങ്ങൾ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്, എനിക്ക് പണം ഇല്ലാത്തതുകൊണ്ടാണ്, അവസരം ഇല്ലാത്തതുകൊണ്ടാണ്, ഇങ്ങനെ ഒരുപാട് ന്യായീകരണങ്ങളാണ് നമ്മൾ കണ്ടെത്തുക. അതില്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ എപ്പോഴെങ്കിലും യെസ് ഇത് എന്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തതുകൊണ്ടാണ്, അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യെസ്, മറ്റുള്ളവരെ കുറ്റം വരുത്തും. പെട്ടെന്ന് മാരേജ് കഴിഞ്ഞു, ഓക്കെ, യെസ്, അവിടെയൊക്കെ ഇതൊക്കെ നമ്മളെ ന്യായീകരണങ്ങളാണ് കേട്ടോ, എക്സ്ക്യൂസസ് ആണ്. നമ്മൾ കാരണം നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി, അപ്പൊ ഒരു സമാധാനമായല്ലോ, യെസ്, പെട്ടെന്ന് മാരേജ് കഴിഞ്ഞുകൊണ്ടാണ്, പിന്നെ മാരീഡ് ലൈഫായി, ഹസ്ബൻഡായി, കുട്ടികളായി, അവരോട് ഉത്തരവാദിത്തമായി, അതൊക്കെ ഞാൻ ചെയ്യണ്ടേ, അതിനിടയിൽ ഞാൻ എന്നെ നോക്കാൻ കുറച്ച് മറന്നുപോയി, ഇറ്റ്സ് ഓക്കെ. അതാണ്. അപ്പൊ നമുക്കൊരു ആശ്വാസം കിട്ടി അല്ലേ? അപ്പൊ നമുക്ക് സമാധാനം, ഒരു ആശ്വാസം കിട്ടി. അതിനു വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരുപാട് ന്യായീകരണങ്ങൾ കണ്ടെത്തും. അതേസമയം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വീണ്ടും വീണ്ടും ഓർക്കാൻ പറ്റാത്ത രീതിയിൽ പുതിയ കാര്യങ്ങൾ എൻഗേജ്ഡ് ആവുക എന്നുള്ളത് അല്ലേ? പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യുക, ഒന്നുകിൽ അതിനെക്കുറിച്ച് ഓർത്തിട്ട് നീ ഏർലി മാരേജ് കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യങ്ങൾ നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇങ്ങനെ അങ്ങനെ പറഞ്ഞു പഠിക്കും. അതേസമയം യെസ്, ഇത് ഇന്നത് കൊണ്ടാണ്, ഇതിന്റെ ഒരു ഉത്തരവാദിത്തം ഏറെക്കുറെ എനിക്കും ഉണ്ട് എന്ന് പറയാറുണ്ട് എപ്പോഴെങ്കിലും? അങ്ങനെ പറയാനുള്ള ഒരു കറേജ് അല്ലേ? ദിസ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി, മൈ ലൈഫ്, എന്റെ ലൈഫാണ്, എന്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ ആ ഉത്തരവാദിത്തം കാണിച്ചേ പറ്റൂ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യെസ് ഓർ നോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് റിപ്ലൈ തന്നേ. ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യെസ് ഓർ നോ. അപ്പൊ നിങ്ങൾ ആലോചിക്കുകയായിരിക്കും അല്ലേ എന്താണെന്ന്. പക്ഷെ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ട് കേട്ടോ. അവിടെ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാം എന്റെ കുഴപ്പമാണ്, ഞാനാണ് കാരണം, എന്റെ പോരായ്മയാണ്. പക്ഷെ അത് ഉത്തരവാദിത്തം ഏറ്റെടുക്കലല്ല. ഞാൻ കൊള്ളാത്തോണ്ടാണ്, അല്ല എന്റെ കുഴപ്പമാണ്, എന്റെ പ്രോബ്ലം ആണെന്ന് പറയുമ്പോൾ അത് ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണോ? ഉത്തരവാദിത്തം ഏറ്റെടുക്കലല്ല. അതേസമയം അതൊരു കുറ്റപ്പെടുത്തലാണ്, സെൽഫ് ബ്ലെയിമിങ് ആണത്. രണ്ടും വ്യത്യാസമുണ്ട്. ഉത്തരവാദിത്തം ഏറ്റെടുക്കലും സ്വയം കുറ്റപ്പെടുത്തലും വ്യത്യാസമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യലും സെൽഫിനെ കുറ്റപ്പെടുത്തലും, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മളെ ആ ഒരു പടുകുഴിയിലേക്ക് ഞാൻ തന്നെ തള്ളിയിടുന്ന രീതിയിലേക്ക് മാറുകയാണ് പലപ്പോഴും ചെയ്യാറ്. അതല്ല ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ.
പിന്നെ എന്താണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ? അവിടെ സംഭവിക്കുക എന്താണെന്നറിയോ? നമ്മൾ ശരിക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആശ്വാസമാണ്. എനിക്ക് ഒരുപാട് ആളുകളെ അറിയാം, കഴിഞ്ഞു പോയ 40 വയസ്സായിട്ടും 50 വയസ്സായിട്ടും അല്ലെങ്കിൽ 30 വയസ്സായിട്ടും 35 വയസ്സായിട്ടും കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ ഇങ്ങനെ കുടുങ്ങി അതില് അല്ലെ പാരന്റ്സ് അങ്ങനെ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അന്ന് അത് കിട്ടാത്തോണ്ടാണ്, അന്ന് ആ ഒരു അവസരം കിട്ടാത്തോണ്ടാണെന്ന് പറഞ്ഞ ആ ഒരു ഭൂതകാലത്തിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ കുടുങ്ങി അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വീണ്ടും അതിനെ എങ്ങനെ ഉള്ളിൽ തന്റെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു അത് നിങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം നിങ്ങളുടെ മുമ്പിൽ ഉള്ള ഇൻസൈറ്റ് വെച്ചിട്ട്, നിങ്ങൾക്ക് കിട്ടിയ നോളേജ് വെച്ചിട്ട്, നിങ്ങൾക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട്, നിങ്ങളുടെ ചിന്താശക്തി വെച്ചിട്ട് നിങ്ങൾ എന്നല്ല ഞാനടക്കം ആ രീതിയിലായിരുന്നു ഒരു ചിന്താ പാറ്റേൺ. അവിടെ നമുക്കൊരു നേരത്തെ പറഞ്ഞിട്ട് ആശ്വാസമാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത്. പക്ഷെ നമ്മൾ എവിടെയാണ്? അവിടെ ഭൂതകാലത്തിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ്. നമുക്ക് പ്രസന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ വരുന്ന നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ആശങ്കയാണ്. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ കോവിഡ് പോലെയുള്ള മഹാമാരി അല്ലെങ്കിൽ പ്ലേഗ് പോലെയുള്ള മഹാമാരി ഇതിനേക്കാളൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ നമ്മൾ ഭൂതകാലത്തിലേക്ക് പോയിട്ട് ആ ഒരു ചിന്തകളെ പിന്നെ വീണ്ടും വീണ്ടും അതിൽ നിന്ന് രക്ഷപ്പെടാതെ ഒരു ചുഴിയിൽ ഇങ്ങനെ പെട്ട പോലെ ഇങ്ങനെ കറങ്ങി അത് വീണ്ടും വീണ്ടും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് ആ ഒരു സങ്കടം തന്നെ വീണ്ടും അട്രാക്ട് ചെയ്ത് അങ്ങനെ ഒരു ലൈഫായിട്ട് മുന്നോട്ട് പോകാൻ അങ്ങനെ ഒരുപാട് അവര് ചിലപ്പോൾ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. വീണ്ടും വീണ്ടും അത് കുറ്റപ്പെടുത്താൻ പറയില്ല, അത് വീണ്ടും അട്രാക്ട് ചെയ്യുമ്പോൾ വീണ്ടും ലൈഫിലേക്ക് വരുമ്പോൾ ആ രീതിയിൽ തന്നെ ആയി പോവാം. അവിടെയാണ് നമ്മുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ ഇതുവരെ കഴിഞ്ഞത് എന്തോ ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചു പോയി. ഇനിയും അതിനെക്കുറിച്ച് ആലോചിച്ച് ചെയ്യുന്നതാണോ, അതല്ലെങ്കിൽ അത്തരം ചിന്തകളിൽ നിന്നും മോചിതയാവാൻ വേണ്ടി അല്ലെങ്കിൽ മോചിതനാവാൻ വേണ്ടി ഇനി എന്റെ ലൈഫ് ഇറ്റ്സ് ഓക്കെ, ഇതുവരെ അങ്ങനെ കഴിഞ്ഞു പോയി, ഇനിയുള്ള എന്റെ ലൈഫിന്റെ ഉത്തരവാദിത്വം അത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കാണിക്കാം. വേണ്ടേ? അത് വേണ്ടേ? യെസ് ഓർ നോ? യെസ് ഓർ നോ? എല്ലാരും പോയോ? അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് പോയോ? നിങ്ങൾ ഉറക്കത്തിലേക്കൊന്നും പോകരുത്. സെഷന്റെ ലാസ്റ്റ് വരെ നിൽക്കുക. സെഷന്റെ ലാസ്റ്റ് ഞാനൊരു മെഡിറ്റേഷൻ ഒക്കെ തരുന്നുണ്ട്. ഒരു മെഡിറ്റേഷൻ ഞാൻ പ്രോമിസ് ചെയ്യാണ്. സെഷന്റെ ലാസ്റ്റ്, സെഷന്റെ എൻഡ് വരെ നിങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ. അപ്പൊ അത് വീണ്ടും അതിലേക്ക് പോവാതെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഇനിയെങ്കിലും എന്റെ ലൈഫിന്റെ മുന്നോട്ട്, അത് നിങ്ങൾ റെഡിയാണോ? ഉത്തരവാദിത്തം ഇനി ഏറ്റെടുക്കാൻ റെഡിയാണോ? റെഡിയാണ് അല്ലെ? അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തോണ്ടൊന്നും നമുക്ക് ആ ഒരു ചേഞ്ച് ചിലപ്പോൾ പെട്ടെന്ന് വന്നോളും. നിരന്തരമായ ഒരുപാട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാല് അല്ലെ, ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ പോരാളി എന്ന് പറഞ്ഞത് സെൽഫിനോടുള്ള യുദ്ധം ജയിച്ചവനാണ്. സെൽഫിലുള്ള ഇമോഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ വരുന്ന യുദ്ധങ്ങൾ കാര്യങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളൊന്ന് ഒരു അനാലിസിസ് രാത്രി കിടക്കുന്നതിന് മുമ്പേ പോയി ഒന്ന് ആലോചിച്ച് നോക്കുക. എന്റെ മനസ്സിലൂടെ എന്ത് കടന്നു പോയ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും വലിയ വലിയ യുദ്ധങ്ങൾ അന്ന് അവിടെ നടന്നിട്ടുണ്ടാകും. പല തീരുമാനങ്ങളിലും എത്തുന്നതിന് മുമ്പേ ഒരുപാട് വടംവലികൾ നടന്നിട്ടുണ്ടാകും, ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടാകും, ഒരുപാട് ഫൈറ്റിംഗ് അവിടെ നടന്നിട്ടുണ്ടാകും, ഇല്ലേ? അപ്പൊ അവിടെയൊക്കെ അനുഭവിക്കുന്ന നമ്മുടെ സെൽഫ് തന്നെയാണ്. ചിലപ്പോ ഈ യുദ്ധങ്ങൾ വടംവലികളൊക്കെ നടക്കുന്ന ആർക്ക് വേണ്ടിയായിരിക്കും? മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കും, അല്ലേ? അപ്പൊ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇത് സംഭവിച്ചതൊക്കെ ഓക്കെ, ഇനിയെങ്കിലും എന്റെ ലൈഫിന്റെ ഒരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കണം. എനിക്ക് അതിന് എന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരു ഉത്തരവാദിത്തം, അത് ഞാനാണ് ഇത് എന്റെ വണ്ടിയാന്ന് പറയുന്ന പോലെ ദിസ് ഇസ് മൈ ലൈഫ് അല്ലേ? ഇതാണ് എന്റെ കപ്പിത്താൻ ഞാനാണ്, എന്റെ ഡ്രൈവർ ഞാനാണ്. ഇതെങ്ങോട്ട് പോണെന്ന് കുറെയൊക്കെ ഞാനും തീരുമാനിക്കണം. മറ്റുള്ളവർ സ്റ്റയറിംഗ് പിടിച്ചിട്ട് നമ്മൾ വെറും പാസഞ്ചർ ആയിട്ട് നിൽക്കുന്നതിന് പകരം ഇതിന്റെ സ്റ്റയറിംഗ് ഇനി നമ്മളൊന്ന് പിടിക്കണം. സ്റ്റയറിംഗ് പിടിച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ട്, എങ്ങോട്ട് പോകണമെന്നുള്ളതും കൂടെ നമ്മൾ ഡിസൈഡ് ചെയ്യണം. അത് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ന്യായീകരിക്കലുണ്ടല്ലോ, എക്സ്ക്യൂസസ് പറയുന്നുണ്ടല്ലോ, അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. നമ്മളൊരു സെൽഫ് അല്ലെ എസ്കേപ്പ് ചെയ്യാനുള്ള രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് മറ്റുള്ളവരുടെ മേലിൽ പഴി ചാരാന്നുള്ളത്. തൽക്കാലം അതൊന്ന് നിർത്തിയിട്ട് ആ ദേഷ്യപ്പെടലും ആ ന്യായീകരിക്കലൊക്കെ നിർത്തിയിട്ട് നമുക്ക് നമ്മളൊരു അവകാശമാണത് അല്ലെ, എനിക്ക് ന്യായീകരിക്കാനുള്ള അവകാശമുണ്ട്.
ആ രീതിയിൽ നമ്മൾ ആ നെഗറ്റീവ് ചിന്തകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സ്വയം ന്യായീകരിച്ച് മുന്നോട്ട് പോകും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി പെട്ടെന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചോ. ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ്. കമ്പനിക്ക് എന്തെങ്കിലും ചലഞ്ചസോ കാര്യങ്ങളോ ഉണ്ടാകും, അല്ലെ? ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, കമ്പനി വല്ലാണ്ട് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് നിങ്ങൾ, അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് നിങ്ങൾ എന്താ പറയുക പ്രയത്നിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ആ കമ്പനി നിങ്ങളെ ഒഴിവാക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. എങ്ങനെയാണത്? വേണമെങ്കിൽ നിങ്ങൾക്ക് ബോസിനെ കുറ്റപ്പെടുത്താം, നിങ്ങൾ മാനേജറെ കുറ്റപ്പെടുത്താം. എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എന്നാലും ഞാൻ ഇത്രയും വർഷം ഇവിടെ ജോലി ചെയ്തല്ലേ, എന്നാലും ഞാൻ അത് ചെയ്തില്ലേ, ഞാൻ ഇത് ചെയ്തില്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് അടിച്ച് സ്ട്രെസ് അടിച്ച് അങ്ങനെ മുന്നോട്ട് പോകാം. അതല്ലെങ്കിലോ വേറൊരു ഓപ്ഷൻ എന്താ? വേറെ ഓപ്ഷൻ ഉണ്ടോ? നല്ലത് എനിക്ക് വരാൻ എന്തോ വേണ്ടിയിട്ടാണ് ഈ ഒരു ജോലി എന്നിൽ നിന്ന് മിസ്സായി പോയത്. അങ്ങനെ ചിന്തിക്കാം, ഇതിൽ നല്ലതെന്തോ വരാനുണ്ട് എന്നല്ലേ. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഓക്കെ, എന്റെ ജോലി പോയി, ലോകത്താദ്യമായിട്ട് ജോലി പോകുന്ന വ്യക്തിയൊന്നും അല്ലല്ലോ ഞാൻ. ലോകത്താദ്യമായിട്ട് ജോലി നഷ്ടപ്പെടുന്ന വ്യക്തി ഞാനാണോ? ഇല്ല, ഇതുപോലെ മുമ്പും പല ആരുടെയും ജോലി പോയിട്ടുണ്ട്, പല ആളുകൾക്ക് ഇങ്ങനെ പറ്റിയിട്ട്. ഇതൊക്കെ സംഭവിച്ചത് ഞാൻ മാത്രം നേരിടുന്ന കാര്യമാണോ? അല്ല. അവിടെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇനി എന്താണ് എന്റെ കയ്യിൽ? എന്റെ കഴിവ് എനിക്കുണ്ട്, അല്ലെ? എന്റെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്, എന്റെ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. ഇതുപോലെ കമ്പനി നടത്തുന്ന വേറെ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഈ പരാതി പറഞ്ഞ് വീട്ടിലിരിക്കുന്നതിന് പകരം എനിക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ എനിക്ക് ഇതിന് നല്ല ജോലി കിട്ടിയേക്കാം. അപ്പൊ അതിന് ശ്രമിക്കുന്നതിന് പകരം ഞാൻ എന്നെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ ആ കമ്പനിയെ കുറ്റപ്പെടുത്തി ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? എനിക്ക് ജോലി കിട്ടൂല, പകരം സ്ട്രെസ് അടിച്ച് ടെൻഷനായി അതിനുള്ള മരുന്ന് കുടിച്ച്, അല്ലെ, ഇപ്പുറത്ത് പ്രയാസപ്പെട്ട് കുടുംബം പട്ടിണിയായി അങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും. യെസ് ഓർ നോ? അതേസമയം ഇറ്റ്സ് ഓക്കെ, എന്റെ ജോലി പോയി, ഇനി പുതിയൊരു ജോലി കണ്ടെത്തണം, അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഫോക്കസ് മാറി. നമ്മൾ എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം വേറൊരാളെ കണ്ടെത്തി കഴിഞ്ഞാൽ, അല്ലെ, വേറൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കില്ലേ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു, അല്ലെ, നമ്മൾ ഇരയാണ്. എപ്പോഴും നമ്മൾ പറയാം നമ്മൾ ഇരയാണെന്ന്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഇരയായിക്കൊണ്ടിരിക്കാൻ വേണ്ടി പ്രിപ്പയർഡ് ആവുകയാണ്. ഞാൻ ഇരയാണ്, ഞാൻ വിക്ടിമാണ്, എനിക്കിങ്ങനെ സംഭവിച്ചു, അവര് കാരണം, ഇന്ന ആള് കാരണം. നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഇരയാവാൻ നമ്മൾ തയ്യാറായിക്കൊണ്ടേ. യെസ്, വന്നോ, ഇനി അടുത്ത വന്നോട്ടെ, ഞാൻ ഇരയാണ്, യെസ് ഐ എം റെഡി, ഞാൻ ഇരയാണ്, ഞാൻ അനുഭവിക്കേണ്ട ആളാണ്, കുറേ അനുഭവിച്ച് ഇനി അടുത്ത വന്നോട്ടെ, വന്നോട്ടെ. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല അത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത്. അതേസമയം വേറൊരാൾ എന്തെങ്കിലും ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരാളുടെ പെരുമാറ്റം അല്ലെങ്കിൽ ഒരു അഭിപ്രായമൊക്കെ നമ്മളോട് പറയുന്ന സമയത്തും നമ്മൾ പെട്ടെന്ന് ഇമോഷണൽ ആകും. എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് അവർ എന്നോട് അങ്ങനെ ചെയ്തത്? ആ രീതിയിൽ എന്നോട് പെരുമാറേണ്ട കാര്യമുണ്ടോ? പിന്നെ നമ്മുടെ ചിന്ത ആ രീതിയിലേക്ക് പോയി. പിന്നെ അതിനനുസരിച്ചായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ എന്നെ കൂടെ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ യെസ് അങ്ങനെയാണല്ലേ, നമുക്ക് തന്നെ ഇത് ഡൗട്ടായി, പറ്റൂല അല്ലേ, എനിക്കിത് പറ്റൂല അല്ലേ, അപ്പൊ ഞാനിതൊന്ന് മാറണം, അപ്പൊ ഇതെനിക്ക് പറഞ്ഞ പണിയല്ല. ആ രീതിയിൽ നമ്മൾ തോറ്റു പോവുകയാണ്. അവിടെ നമുക്കുള്ള സെൽഫ് ഇമേജ്, നമ്മുടെ സെൽഫ് ഇമേജിന് നമ്മൾ വേറെ ഒരു ചിത്രം അല്ലെങ്കിൽ പറ്റില്ല കൊള്ളില്ല എന്നുള്ള ചിത്രം നമ്മൾ അവിടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സെൽഫ് ഇമേജ് പോയി, ഭയങ്കര നാണക്കേടായി, നെഗറ്റീവ് പറഞ്ഞു, നമുക്ക് ദേഷ്യം വരും, ചിലപ്പോ എന്താ പറയാ ഒരു നാണക്കേട് തോന്നും, അപകർഷത തോന്നും, അല്ലെ, അതൊക്കെ വരും. നമുക്ക് നമ്മളോട് തന്നെ ഒരു കുറ്റബോധം തോന്നും. നേരത്തെ ഈ പറഞ്ഞ പോലെ സ്ട്രെസ് വരും, പേടി വരും, പിന്നീട് ആ കാര്യം ചെയ്യാൻ ഒരു പേടി വരും, ഇതൊക്കെ നമുക്ക് വരും. അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയോ? നമ്മുടെ ലൈഫിന്റെ കൺട്രോള് ആരുടെ കയ്യിലായിപ്പോയി? ആ അഭിപ്രായം പറഞ്ഞ ആളുടെ കയ്യിലായിപ്പോയി. അയാൾ പറയുന്നതിനനുസരിച്ച് പെരുമാറുന്ന ഒരു പാവയെ പോലെ സ്വന്തം ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാണ്ട് നമ്മൾ വീണ്ടും ആയിപ്പോവാൻ. അപ്പൊ ആ മറ്റുള്ളവർ, ഞാൻ നേരത്തെ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു,
ഒന്ന്, നമ്മൾ ന്യായീകരണം നിർത്തുക. 2, മറ്റുള്ളവർ പറയുന്ന ഈ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ സെൽഫ് ഇമേജ് മാറ്റാതെ നമ്മുടെ സെൽഫ് ഇമേജ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഒരു സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. അതെങ്ങനെയാ നമുക്ക് പറയാം കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സെൽഫ് ഇമേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ റെസ്പോൺസിബിൾ ആവുകയാണ്. എന്റെ ലൈഫ്, യെസ്, ഇങ്ങനെയാണ്, ദിസ് ഇസ് മൈ ഇമേജ്, ഇതാണ് എന്റെ ഇമേജ്, ഞാൻ ഇങ്ങനെയാണ്. മറ്റുള്ളവർ പറയുന്നത് ദാറ്റ് ഇസ് ദെയർ പെർസെപ്ഷൻ, അത് അവരുടെ ചിന്തയിൽ നിന്നുണ്ടാവുന്ന കാര്യമാണ്. പക്ഷെ എന്റെ ലൈഫ് ഇങ്ങനെയാണ്, ഐ നോ, എനിക്കറിയാലോ എന്റെ ലൈഫ് ഇങ്ങനെയാണെന്ന്. അങ്ങനെ പറയുന്ന സമയത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ലൈഫിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ 24 മണിക്കൂറില് ഒരു ദിവസം എണീറ്റ് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ കാര്യം തന്നെ ചെയ്തു തീർക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെയാണ് മറ്റുള്ളവന്. അവർക്ക് ഇങ്ങനെ നമ്മളെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ എങ്ങനെയാണ്, നമ്മളെ ഇതെങ്ങനെയാണ് ചിന്തിച്ച് നിൽക്കുന്ന ഒരു പണിയാണോ അവർക്ക്? അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇല്ല, നമ്മളെ പോലെ തന്നെ അവർക്ക് സമയമുള്ളൂ. ആ ഒരു വാസ്തവം കൂടി നമ്മളിപ്പോ വല്ലാണ്ട് അണിഞ്ഞൊരുങ്ങി ഫംഗ്ഷൻ ഒക്കെ പോവാറുണ്ട് അല്ലെ? അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ നോക്കാനും നമ്മളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കാനുള്ള അതല്ല മറ്റുള്ളവർക്കുള്ള പണി. അവർക്ക് അവരുടേതായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതാണ് നമ്പർ 2, മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് നമ്മുടെ സെൽഫ് ഇമേജിൽ മാറ്റം വരുത്താതിരിക്കുക. നമ്മുടെ സെൽഫ് ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒന്നായിരിക്കണം. 3-മത്തെ ഒരു കാര്യം കൂടെ പറയാണ്, ബ്ലെയിമിങ്, കുറ്റപ്പെടുത്തുക. ആരെ കുറ്റപ്പെടുത്തുക? മറ്റുള്ളവരെ കുറ്റപ്പെടുന്നത് വേറൊരു കാര്യം. കുറെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറെ കഴിയുമ്പോൾ നമ്മൾ തന്നെ കുറ്റപ്പെടുത്തും അല്ലെ? വിമർശിക്കും, പരാതി പറയും, കുറ്റപ്പെടുത്താം. ഈ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളില് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ്, അതിന്റെ സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക ചെയ്യാം. അതിന്റെ റിസൾട്ട് കിട്ടുന്ന ആർക്കാ? മറ്റുള്ളവർക്കാണോ? അല്ല, അത് നമ്മുടെ ബോഡിയിലാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്. അത് നമ്മുടെ ഉള്ളിലാണ് അതിന്റെ ഹോർമോണൽ ചേഞ്ചസും റിഫ്ലക്ഷൻസും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലൊക്കെയാണ് അത് വരുന്നത്. അതിന്റെ റിസൾട്ട് കിട്ടുന്ന നമുക്ക് മാത്രം, മറ്റുള്ളവർക്കല്ല. അവിടെ നമ്മൾ ഈ ഒരു നിയന്ത്രണം, അതിനൊക്കെ പ്രതിവിധി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഉത്തരവാദിത്തം. യെസ്, എന്റെ ജീവിത സാഹചര്യത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. ഞാനാണ് ഉത്തരവാദി. ഒന്ന് ടൈപ്പ് ചെയ്തേ, ഐ ആം റെസ്പോൺസിബിൾ. ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? റെസ്പോൺസിബിൾ, ഐ ആം റെസ്പോൺസിബിൾ. എനിക്കാണ് ഉത്തരവാദിത്തം. ഐ ആം റെസ്പോൺസിബിൾ, ഐ എന്ന് ടൈപ്പ് ചെയ്താൽ പറ്റില്ലെങ്കിൽ അല്ലേ? അല്ലെങ്കിൽ ഒന്ന് ഐ ആം റെസ്പോൺസിബിൾ, ഒന്ന് പറയാം, ഐ ആം റെസ്പോൺസിബിൾ, ഞാനാണ് ഉത്തരവാദി. എന്റെ ലൈഫിന്റെ ഉത്തരവാദിത്തം, കൺട്രോള് എനിക്കാണ്. അത് മാറ്റിയെടുക്കാനുള്ള ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. ആ ഒരു പ്രഖ്യാപനം നിങ്ങൾ നടത്താം അല്ലെ? പെട്ടെന്ന് ഒരു ദേഷ്യം വരുന്നുണ്ട്, ഒരു അസ്വസ്ഥത വരുന്നുണ്ട്, ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ വരുന്നുണ്ട്. യെസ്, ഇറ്റ്സ് ഓക്കെ, ഞാനാണ് ഉത്തരവാദി. ഇത് തരണം ചെയ്യേണ്ട ഉത്തരവാദിത്തം എനിക്കാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഉത്തരവാദി. എന്റെ കുറ്റപ്പെടുത്തല്ല അവിടെ. യെസ്, ഐ ആം റെസ്പോൺസിബിൾ, ഐ ആം മൈ റെസ്പോൺസിബിലിറ്റി. വെരി ഗുഡ്, ഗ്രേറ്റ്, താങ്ക് യു. അപ്പൊ അവിടെ ഇതിൽ നിന്ന് കയറാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? എനിക്ക് തന്നെയാണ്. ഇതിൽ നിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി ഇതിന്റെ സൊല്യൂഷൻസ് കണ്ടെത്തേണ്ടതും ആരാണ്? ഞാൻ തന്നെയാണ്. അതിനുള്ള ഏറ്റവും മികച്ച ഒരു മാർഗം എന്താണെന്നറിയോ? നമ്മുടെ ലൈഫിന്റെ ഓരോ മേഖലയും നിങ്ങളിപ്പോ ഒന്ന് ലൈഫിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് മേഖലകൾ ഉണ്ടാവും ലൈഫിൽ. സാമ്പത്തികം ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാകും, അതേ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ഉണ്ടാകും, റിലേഷൻഷിപ്പ് ഉണ്ടാകും, നമ്മുടെ എന്റർടൈൻമെന്റ് റിലേറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിനെ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് 9 ക്രിട്ടിക്കൽ ഏരിയാസ് എന്ന് പറയും. 9 ക്രിട്ടിക്കൽ ഏരിയാസ് ഓഫ് ലൈഫ്. നമ്മൾ ഗോൾ സെറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, എനിക്കറിയില്ല നിങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 9 ഏരിയാസ് ഒക്കെ എടുത്ത് ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 9 ഏരിയാസ് ഒക്കെ എടുത്തിട്ട് ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴും ഗോൾ സെറ്റ് ചെയ്യുന്ന നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ ഒന്ന് പറഞ്ഞേ. ഹസി മാം ചെയ്തിട്ടുണ്ട് എന്നാണോ? അല്ലെങ്കിൽ നോ, ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്ന, ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏരിയ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ഒരുപാട് ഏരിയാസ് ഉണ്ട്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏരിയ
ഇല്ലേ? അങ്ങനെയല്ലേ? ഒരു ഏരിയ അല്ലേ? അൺമ്യൂട്ട് ചെയ്തും പറയാട്ടോ. റിലേഷൻഷിപ്പ് ആണ്. അസ്മ മാമിന്റെ റിലേഷൻഷിപ്പ് ആണ്. ഹെൽത്ത് ആണ്. സത്യം പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ ചാലഞ്ച് നേരിടുന്നത്, ഹെൽത്തിൽ ആ ചാലഞ്ച് നേരിടുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഹെൽത്തിന് ഗോൾ സെറ്റ് ചെയ്യും. സാമ്പത്തികമാണെങ്കിൽ അവിടെ ഗോൾ സെറ്റ് ചെയ്യും, അല്ലേ? ചില റിലേഷൻഷിപ്പിൽ ഗോൾ സെറ്റ് ചെയ്യും, ചില ഫാമിലി ലൈഫുമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗോൾ സെറ്റ് ചെയ്യും, ചിലർ അങ്ങനെ ഓരോ ഏരിയാസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൃത്യമായിട്ട് ഇതൊരു റെസ്പോൺസിബിലിറ്റി, ലൈഫിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ്. ഗോൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ നമ്മുടെ ലൈഫിന്റെ കൺട്രോൾ, യെസ് ദിസ് ഈസ് ദ വേ ഐ വാണ്ട് ടു ഗോ, ഈ വഴിയാണ് എനിക്ക് പോകേണ്ടത്, ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ടു അച്ചീവ്, ഇതാണ് എനിക്ക് നേടിയെടുക്കേണ്ടത്. ആ രീതിയിൽ നമ്മളൊരു റൂട്ട് വഴി വെട്ടുക എന്നൊക്കെ പറയുന്നില്ലേ? യെസ്, ഫാമിലി ഗ്രേറ്റ്. ആ വഴി വെട്ടലാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് ഈ 9 ക്രിട്ടിക്കൽ ഏരിയാസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോഴാണ് നമ്മൾ അത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതിന്റെ ഏറ്റവും ഒന്നാമതായിട്ടുള്ള സ്റ്റെപ്പാണ്. പിന്നീടാണ് അതിലേക്ക് അതിന് വേറെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും, എന്താ പറയുക, ഗോളൊക്കെ സെറ്റ് ചെയ്യുമ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന, നമ്മളെ വീണ്ടും വീണ്ടും മൈൻഡിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഇമോഷൻസ്, കാര്യങ്ങൾ ഉണ്ടാകും, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. ആ എക്സ്പീരിയൻസ് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാകും. അതിനൊക്കെ വീണ്ടും കുറെ കാരണങ്ങളുണ്ട്. നമ്മുടെ പാസ്റ്റ് ലൈഫിലേക്ക്, അതേപോലെ തന്നെ ചൈൽഡ്ഹുഡ് ആ ഒരു രീതിയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ എന്താ പറയാ, ഒരുപാട് ഏരിയാസ് അല്ലെങ്കിൽ ഒരുപാട് റീസൺസ് അതിലുണ്ട്. അതൊക്കെ കണ്ടെത്തി ചിലപ്പോൾ അതൊക്കെ ഹീൽ ചെയ്ത് പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഹീൽ ചെയ്ത് ഒരുപാട് ഫൊർഗീവ്നെസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഫൊർഗീവ്നെസ് ഒക്കെ ചെയ്യുന്നവരായിരിക്കാം, എനിക്കറിയാം. ഫൊർഗീവ്നെസ് എന്താണ്, ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്, ഇതൊക്കെ ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഫൊർഗീവ്നെസ് ഉണ്ട്. എന്ന് പറഞ്ഞാല് ഡിഫറെന്റ് ഡയമെൻഷൻസ് ഓഫ് ഫൊർഗീവ്നെസ്, ഡിഫറെന്റ് ഡയമെൻഷൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഒരുപാട് തലങ്ങളുണ്ട്. നമ്മൾ ജസ്റ്റ് പറയുന്ന താങ്ക് യു, അല്ലെങ്കിൽ സെൽഫിനോടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ്, മറ്റുള്ളവരുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ സെൽഫിനോടുള്ളൊരു ഫൊർഗീവ്നെസ്, മറ്റുള്ളവരോടൊരു ഫൊർഗീവ്, അതൊന്നും അല്ല. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഫൊർഗീവ്നെസ്സിനൊക്കെ ഒരുപാട് തലങ്ങൾ വരുന്നുണ്ട്. ഇതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴാണ്, എനിക്കറിയാം പലരും, ഇവിടെയുള്ള പല ആളുകളും ഇങ്ങനെയൊക്കെ കടന്നു പോയിട്ട് ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കിയവരും, അതേപോലെ തന്നെ കടന്നു പോയിട്ടും വേണ്ടത്ര റിസൾട്ട് കിട്ടാത്തവരും, അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട്. അവിടെയൊക്കെ വേണ്ടത് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു നിയന്ത്രണം, ലൈഫിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക, സെൽഫ് അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക, ആ വഴി വെട്ടുക എന്ന് പറഞ്ഞല്ലോ ഞാൻ, അത് കൃത്യമായിട്ട് ക്ലാരിറ്റിയോട് കൂടി. മൂടൽമഞ്ഞില് യാത്ര ചെയ്യുന്ന ഒരാൾ, മൂടൽമഞ്ഞാണ് ചുറ്റിലും, നല്ല ഡ്രൈവറാണ്, വണ്ടി പക്ക ഓക്കെയാണ്, ഫുൾ ടാങ്ക് പെട്രോൾ ആണ്, പക്ഷേ ഓടിക്കുന്നത് മൂടൽമഞ്ഞിലൂടെയാണ്. എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഉണ്ടാവും? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയോ? ആരും ഇല്ല അല്ലെ പറയാൻ? ഉണ്ടല്ലോ, ക്യാമറയിലൊക്കെ ഒരുപാട് ആളെ കാണുന്നുണ്ടല്ലോ. ബുഷ്ര മാം ഉണ്ട്, ഗഫൂർ സാർ ഉണ്ട്, അബ്ദു സാർ ഉണ്ട്, സിയാദ് സാർ ഉണ്ട്. ആ എത്ര എക്സ്പേർട്ട് ഡ്രൈവർ ആണെങ്കിലും, വണ്ടി ക്ലിയർ എത്ര ഓക്കെ ആണെങ്കിലും, ക്ലാരിറ്റി ഇല്ലെങ്കിൽ, നമ്മൾ പോകുന്ന വഴി ക്ലാരിറ്റി ഉള്ളതല്ലെങ്കിൽ, വഴി ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടെയാണ് നമ്മൾ ഈ ഗോൾ സെറ്റ് ചെയ്യുന്നതിന്റെയും ഈ നമ്മുടെ മൈൻഡ് ക്ലിയർ ആക്കുന്നതിന്റെയും പ്യൂരിഫൈ ചെയ്യുന്നതിന്റെയും നമ്മുടെ ഇന്നർ ബോഡിയിൽ, അല്ലെങ്കിൽ ഇന്റേണൽ ഒരു ഇന്നർ ചൈൽഡ് എന്നൊക്കെ പറയാം നമുക്ക്, അതിനെയൊക്കെ ഒന്ന് എന്താ പറയാ, ഹീല് ചെയ്ത്, സെൽഫിനെ ഹീൽ ചെയ്ത്, സെൽഫിന് ഫൊർഗീവ്നെസ് കൊടുത്ത്, ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, ആ ഒരു ലൈഫിന്റെ കൺട്രോൾ നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത്, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഡിഫറെന്റ് ഡയമെൻഷൻസിലൂടെ ഒക്കെ കടന്നു പോയി അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക, നമുക്ക് ആ ഒരു വഴി, നമുക്ക് ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുകയും മുന്നോട്ട് പോകാൻ പറ്റുകയും ചെയ്യാം. അതിന് ഏറ്റവും ആദ്യം പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കൺട്രോൾ, നിയന്ത്രണം ഏറ്റെടുക്കുക. നമ്മള് എന്താ പറയാ, നമ്മൾ എത്രമാത്രം ഉത്തരവാദിത്തം ലൈഫിൽ ഏറ്റെടുക്കുന്നുണ്ടോ അത്രമാത്രം നിയന്ത്രണം നമുക്ക് ഉണ്ടാവും, അത്രമാത്രം റിസൾട്ട് നമുക്ക് ഉണ്ടാവും, അത്രമാത്രം നമ്മുടെ ലൈഫിന്റെ ഒരു എന്താ പറയാ, നമ്മുടെ ലൈഫിന്റെ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണോ, ആ റിസൾട്ട് എന്താണോ, അത് മുമ്പ് എത്രമാത്രം നമ്മളോട് ഉത്തരവാദിത്തം കാണിച്ചിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും.
ആ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ സെൽഫിനെ റെസ്പെക്ട് ചെയ്യാം, സെൽഫിനെ ആക്സെപ്റ്റ് ചെയ്യാം, സെൽഫ് ലവ് കൊടുക്കുക, അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല. ഇതിന്റെ ഒക്കെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് അടുത്ത സെഷൻസ് ആയിട്ട് ഞാനിങ്ങനെ വരുന്നുണ്ടാകും. ഇപ്പോ തൽക്കാലം ഈ ഒരു നോട്ടോട് കൂടി, അതായത് നമ്മുടെ ലൈഫിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തം എങ്കിലും എനിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട്, കർമ്മ എന്ന് പറയൂ അല്ലെ, നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമ്മുടെ കർമ്മത്തിന്റെ എന്താണോ ചെയ്യുന്നത്, വിതച്ചതേ കൊയ്യൂ എന്ന് പറയാറില്ലേ, വിതച്ചതാണ് കൊയ്യാന്ന് പറയാറില്ലേ. അപ്പൊ ലൈഫിന്റെ മൊത്തത്തിലുള്ള ഈ ഒരു ഷിപ്പിന്റെ ഞാനാണ് കപ്പിത്താൻ, ഞാനാണ് ഡ്രൈവർ, ആ ഒരു ഡിസിഷൻ ഏറ്റെടുത്തിട്ട് നമ്മുടെ ലൈഫിന്റെ നിയന്ത്രണം നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഗോളൊക്കെ ഇപ്പൊ ഇവിടെ ഗോൾ സെറ്റ് ചെയ്ത് എത്ര പേരുണ്ട് ഒന്ന് കേൾക്കട്ടെ. ലൈഫിൽ ഗോൾ സെറ്റ് ചെയ്തവര്, ഗോൾ സെറ്റ് ചെയ്ത് അതേപോലെ മുന്നോട്ട് പോകുന്നവര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്നിട്ട് ആ ഗോളിലൂടെ കറക്റ്റ് പോകാൻ പറ്റുന്നുണ്ടോ? കറക്റ്റ് പോകാൻ പറ്റുന്നവരൊന്ന് ഒന്ന് യെസ് ഗ്രേറ്റ് ആയിഷ സെയ്ദ് മാം പോകുന്നുണ്ട്. അത് പോകാൻ പറ്റാത്തവരുണ്ടോ? കറക്റ്റ് ഗോൾസിലൂടെ അത് അച്ചീവ് ചെയ്യാൻ പറ്റാതെ മുന്നോട്ട് പോകുന്നവരുണ്ടോ? യെസ് ഓർ നോ? സെറ്റ് ചെയ്ത എല്ലാ ഗോളും ഇപ്പൊ പറ്റിക്കോളുന്നില്ല, എന്നാലും ഏറെക്കുറെ ഉണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗ്രേറ്റ്. നോ? യെസ്. അപ്പോ ചില ആളുകൾക്ക് പറ്റുന്നുണ്ട്, ചിലർക്ക് പറ്റുന്നില്ല. അവിടെയാണ് നമ്മുടെ ഒരു ബ്ലോക്ക് ഉണ്ട്. അവിടെ എന്തോ ഒരു ബ്ലോക്ക്. നമ്മൾ എഫേർട്ട് എടുത്തിട്ടും ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുക്കുന്നുണ്ടാവും, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും, ഫൊർഗീവ്നെസ് കൊടുക്കുന്നുണ്ടാവും, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ടും നമ്മുടെ ലൈഫിൽ നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ നമ്മൾ അതിൽ നിരപരാധികളേ ആയിരിക്കും. നമ്മൾ അതിൽ നിരപരാധികളാണ്, എന്നിട്ടും നമ്മുടെ ലൈഫിൽ കയറി കൂടുന്ന ചില ട്രോമാസ് ഉണ്ട്, ചില ബ്ലോക്കുകൾ ഉണ്ട്. അപ്പൊ ആ ബ്ലോക്കിനെയൊക്കെ നമ്മൾ പൊട്ടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് സെറ്റ് ചെയ്ത ഗോള്, അല്ലാതെ വെറുതെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തോണ്ടോ അതിനുള്ള ആക്ഷൻ പ്ലാൻ ചെയ്തത് കൊണ്ടോ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ഇത് കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ ഈ ഇങ്ങനെ ഒരു സെഷനായിട്ട് വരാനുള്ള കാരണം തന്നെ. നമ്മൾ എപ്പോഴും പബ്ലിക് സ്പീക്കിങ്ങിന്റെ വെബിനാറുമായിട്ട് വരുന്ന സമയത്ത് ഈ പബ്ലിക് സ്പീക്കിംഗ് പറയുന്നതിനേക്കാൾ കൂടുതൽ മാം ഒരു പേഴ്സണൽ കൗൺസിൽ തരോ, പേഴ്സണലിന്റെ ചാലഞ്ച് ഇതാണ്, എന്റെ പ്രശ്നം ഇതാണ്, അല്ലെങ്കിൽ എനിക്ക് ആ രീതിയിൽ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെഷനുമായിട്ട് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മെഡിറ്റേഷൻ തരാട്ടോ. നമ്മൾ കറക്റ്റ് 10 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് മെഡിറ്റേഷനോട് കൂടി സെഷൻ എൻഡ് ചെയ്യാം. കാരണം ഒരുപാട് ലേറ്റ് ആകുമ്പോൾ നിങ്ങൾക്കും നമ്മുടെ ഉറക്കത്തിലേക്കൊക്കെ പോകുന്ന അതിനൊന്നും നമ്മൾ എന്താ പറയാ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കില്ല. അപ്പൊ എന്താന്ന് വെച്ചാല് ഇങ്ങനെ ഒരു സെഷനായിട്ട് വരാനുള്ള കാരണം തന്നെ ആ രീതിയിൽ നമ്മൾ ചെറിയൊരു കോഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇന്നർ ചൈൽഡിനെ ഒന്ന് ഹീൽ ചെയ്തിട്ട്, നമ്മുടെ അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്ത്, അതേപോലെ തന്നെ സെൽഫിനെ അറിഞ്ഞ്, ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് ഫൊർഗീവ്നെസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് ഫൊർഗീവ്നെസ് അല്ല, ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രോബ്ലം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ആയ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും ആ ഫൊർഗീവ്നെസിന്റെ ഡിഫറെന്റ് ഡയമെൻഷൻസിലൂടെ കടന്നു പോയിട്ട് ആ ഒരു വിസ്ഡം കിട്ടാനും, അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡിന്റെയും നമ്മൾ എന്താ പറയാ, നിങ്ങൾ വിചാരിക്കും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാറുണ്ടല്ലോ, ഫൊർഗീവ്നെസ് ചെയ്യാറുണ്ടല്ലോ. എന്നാൽ അങ്ങനെയല്ല. ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഫൊർഗീവ്നെസ്, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മളെ ആ രീതിയിൽ നമ്മുടെ ഇന്നർ ചൈൽഡിനെ ഒന്ന് ഹീൽ ചെയ്തിട്ട്, ഞാൻ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു 2 ലെവലായിട്ട് ചെയ്താലോ, ലെവൽ 1 ലെവൽ 2 എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നി വേണ്ട, നമ്മുടെയിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരു കംപ്ലീറ്റ് ഹീലിംഗ്, ഒരു കംപ്ലീറ്റ് സെൽഫ് ഹീലിംഗ്, അതിപ്പോ എന്താ പറയാ അതിലേക്ക് നമ്മളെ ഗോളും കൂടെ, ഹീലിംഗ് മാത്രമല്ല അവർക്കുള്ള ഗോളും കൂടെ ഒരു 9 ക്രിട്ടിക്കൽ ഏരിയാസ് ഓഫ് ലൈഫ്, ഒരു 9 ഏരിയാസിൽ നമ്മൾ ഗോളും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് എന്താ പറയാ ഒരു ഇന്റേണൽ ക്ലെൻസിങ്, ഇന്റേണൽ ഹീലിംഗ് ഒക്കെ നടത്തി മുന്നോട്ട് പോകുന്ന രീതിയിൽ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യാന്ന് എനിക്കിങ്ങനെ തോന്നാണ്. കാരണം ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തരെ അഡ്രസ്സ് ചെയ്യാൻ, ഓരോരുത്തർക്ക് പേഴ്സണൽ കൗൺസിലിങ്ങോ മെന്ററിങ്ങോ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ചാലഞ്ചസ് വരികയാണ്. നമ്മുടെ ആ സമയം അങ്ങോട്ട് എത്തുന്നില്ല, ഓരോരുത്തരിലേക്ക് ആവുന്ന സമയത്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്നില്ല.
അതുകൊണ്ടാണ് അങ്ങനെ ആവശ്യമുള്ള ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ഒരു കോഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്ത് മുന്നോട്ട് ഒരു അൾട്ടിമേറ്റ് സെൽഫ് ഹീലിംഗ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം ആണ്. അത് ഒരു 7 days കോഴ്സ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഫസ്റ്റ് ബാച്ച് ആയിട്ട് വരുന്നുണ്ട്. അതില് ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് തന്നെ അതിൽ ജോയിൻ ആവുന്ന ഇതൊരു സെല്ലിംഗ് ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങളിൽ വന്ന റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇതുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്, നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം തന്നെ. അപ്പോൾ ഒരു 7 days ലൈവ് സെഷൻ ഉണ്ടാകും. ഈ 7 days ലൈവ് സെഷനിൽ നമ്മൾ അൺകണ്ടീഷണൽ ലവ്, അതുപോലെ സെൽഫ് ഡിസ്കവറി, സെൽഫ് ഹീലിംഗ്, ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗിവ്നെസ്, വളരെ വിശാലമായിട്ടുള്ള 9 ഏരിയാസിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ടാകും. അതേപോലെ തന്നെ അവസാനമായിട്ട് നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ഒരു റീബർത്ത് പോലെ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അത്രയും ഏരിയാസ് 7 days കൊണ്ട് ചിലപ്പോ അത്രയും അധികം ഉണ്ട് അതിൽ, അത്രയും ഏരിയാസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അൾട്ടിമേറ്റ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ നമ്മൾ ഡിഫറെന്റ് ലെവൽസ് ഒന്നും ആക്കാതെ ഫസ്റ്റില് വരുന്ന ആളുകൾക്ക് തന്നെ നമ്മളത് കൊടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റിൽ വരുന്ന ലെവൽ 1 വരുന്ന ആളുകൾക്ക് തന്നെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും, അല്ലാതെ ഒരു ലെവലിൽ കഴിഞ്ഞ് ഇനി അടുത്തതിൽ എന്തോ ഉണ്ട് ഒരു ക്യൂരിയോസിറ്റി വെച്ചിട്ട് അതും കൂടെ ചെയ്യുമ്പോഴാണ് എനിക്ക് പെർഫെക്ഷൻ വരാന്നിട്ട് ക്യൂരിയോസിറ്റി ഇല്ല. നമ്മൾ കംപ്ലീറ്റ് ഒരൊറ്റ ലെവലിൽ തന്നെ നമ്മൾ കൊടുക്കുകയാണ്. അതിൽ തെറാപ്പിയും വരുന്നുണ്ട് കേട്ടോ, തെറാപ്പി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഒരു ഹീലിംഗ് തെറാപ്പികളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതൊറ്റ കാര്യം കൂടെ ഞാൻ അത് മെഡിറ്റേഷന് മുന്നേ നിങ്ങളോട് പറയാം. ഇപ്പൊ ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു കോസ്റ്റ് ഫീ ഒക്കെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ കോസ്റ്റ് ഫീ എന്ന് പറയുന്നത് അത്രയും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടി ഒരു 5,000 വെച്ചിട്ടാണ് നമ്മൾ കോസ്റ്റ് ഫീ കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ കോഴ്സിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന ഒരു 10 പേർക്ക് കോഴ്സ് നമ്മൾ ജൂലൈ ഒരു ഫസ്റ്റ് വീക്കോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 6 മാസം ആയാലും 2024 ഒരുപാട് ഗോളൊക്കെ സെറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഒരു 6 മാസം ആയല്ലോ ജൂണോട് കൂടി ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുക. എന്റെ സെറ്റ് ചെയ്ത ഗോൾ എത്രമാത്രം ഞാൻ അച്ചീവ് ചെയ്തു, എല്ലാം എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയോ, ഇനിയും എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കാൻ എന്തെങ്കിലും ഇനിയും ചലഞ്ചസ് ഉണ്ടോ? 21 days പ്രോഗ്രാം ആയിരിക്കും, കൃത്യമായ ഫോളോ അപ്പുകൾ ഉണ്ടാകും. ഈ 21 days കഴിഞ്ഞാലും ഒരു ലൈഫ് ടൈം മെഡിറ്റേഷൻ, എന്റെ മെഡിറ്റേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്, റെക്കോർഡഡ് മെഡിറ്റേഷൻ ഒക്കെ. അപ്പൊ അത് ആ ഫ്രീ മെഡിറ്റേഷനേക്കാളും ഒരു ഹീലിംഗ് കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ നമ്മൾ എന്താ പറയാ അമിഗ്ഡാല ആ രീതിയിലൊക്കെ വരുന്നൊരു മെഡിറ്റേഷൻ ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഫീ എന്ന് പറയുമ്പോൾ ഫീസിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കുന്നില്ല. അപ്പൊ ഫസ്റ്റ് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന 10 പേർക്ക് ഒരു ഗ്രേറ്റ് ഓഫർ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ പേഴ്സണലി കണക്ട് ചെയ്യാം കേട്ടോ. ആ പേഴ്സണലി കണക്ട് ചെയ്യാനുള്ള മെസ്സേജ് ഞാൻ ഒന്ന് നമ്മുടെ ഒരു ചാറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അറിയാൻ എന്താണ് ഓഫർ എന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക്, അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് മെഡിറ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു കാര്യം അറിയാൻ താല്പര്യമുള്ളവരായിരിക്കണം എന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തെ കുറിച്ച് ഒരുപാട് പറയുന്നില്ല. താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ പേഴ്സണൽ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അറിയിക്കാം. എന്താണെന്ന് ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ആളുകളെ കാത്തിരിക്കുന്ന ഓഫർ എന്താണ്. ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇപ്പോ മെഡിറ്റേഷനിലേക്ക് പോയാലോ? ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളത് പറയാം കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ 21 days പ്രോഗ്രാം ആണ്. 21 days പ്രോഗ്രാം ആണെങ്കിലും നിങ്ങൾക്ക് അൾട്ടിമേറ്റ് മെഡിറ്റേഷൻ, ഹീലിംഗ് മെഡിറ്റേഷൻ, അതേപോലെ തന്നെ എല്ലാ ഏരിയാസിനെയും ടച്ച് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസ്. ജസ്റ്റ് ടച്ച് ചെയ്യാന്നുള്ളതല്ല, ഒരു ഇന്നർ ഹീലിംഗ്, ഒരു അൺകണ്ടീഷണൽ ലവും, ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഫോർഗിവ്നെസിന്റെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഇന്ന പല കാര്യങ്ങളും. പക്ഷെ എന്നാലും അതിൻ്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്. പിന്നെ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് പേഴ്സണലി കണക്ട് ചെയ്യാം. നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോയാലോ? അതിനു മുന്നേ എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ചോദിക്കാനുണ്ടോ? അപ്പൊ ഈ ഗോൾ സെറ്റിംഗ് ഒക്കെ ഇനിയിപ്പോ നമ്മുടെ അടുത്ത് ചെയ്തില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ലൈഫിന്റെ ഒരു ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് മുന്നോട്ട് പോവാന്നുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യുക ഇന്ന് മുതൽ. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ എല്ലാരും? യെസ് ഓർ നോ? ഓക്കെ ആണല്ലേ? വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടോ?
ഇല്ല അല്ലെ? അപ്പൊ നമുക്ക് ഡയറക്റ്റ് മെഡിറ്റേഷനിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാം. ആവശ്യമുള്ളവർക്ക് ക്യാമറ വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ക്യാമറ ഓൺ ചെയ്തിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്യാമറ ഓഫ് ചെയ്തിട്ടിരിക്കാം കേട്ടോ. വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു എനർജി റിസീവിങ് മോഡിൽ കാലുകളൊക്കെ നിലത്ത് പതിച്ചുകൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് കൈകൾ രണ്ടും മടിയിൽ നിവർത്തി വെച്ചിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയാ, നമ്മളെ ഡിസ്റ്റർബ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒരിക്കലും മെഡിറ്റേഷൻ ചെയ്യരുത്. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തോട്ട്സോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതിനെ മറികടന്നുകൊണ്ട് തന്നെ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. വേണമെങ്കിൽ കൈകൾ ഇങ്ങനെ മടിയിൽ ഈ രീതിയിൽ വെച്ചിട്ട് വലത്തെ കൈ ഇടത്തെ കൈന്റെ മേലെ വെച്ചിട്ട് ഈ രണ്ട് തംസ്, രണ്ട് അപ്പം വരെ നമ്മളിങ്ങനെ കൂട്ടി മുട്ടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം. ഈ രീതിയിൽ ഇരിക്കുക, ഈ ഒരു മുദ്രയിൽ ഇരിക്കുക കേട്ടോ. ഇത് നമ്മൾ ശരിക്കും റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും ഉള്ളൊരു കണക്ഷൻ ആണ് ഇങ്ങനെ വെക്കുന്ന സമയത്ത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ മുദ്ര പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? മെഡിറ്റേഷനിൽ ഇരിക്കുക, റിലാക്സ് ചെയ്തിരിക്കുക, മാക്സിമം റിലാക്സേഷനിൽ തന്നെ ഇരിക്കുക. പതിയെ നിങ്ങൾക്ക് കണ്ണുകൾ അടയ്ക്കാവുന്നതാണ്. സാവധാനം ശ്വാസത്തിൽ മാത്രം സ്വാഭാവികമായ രീതിയിൽ ശ്വാസം എടുത്തുകൊണ്ട്, വളരെ സാവധാനത്തിൽ ശ്വാസം എടുത്തുകൊണ്ട്, ഡീപ്പ് ബ്രീത്ത് ഒന്നും ചെയ്യാതെ നോർമൽ ആയിട്ട് ശ്വാസം എടുത്തുകൊണ്ട്, ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാവുന്നതാണ്. ഈ ഒരു മെഡിറ്റേഷനിലൂടെ ഞാൻ എന്നെ തന്നെ കാമാക്കാൻ വേണ്ടി, എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെയൊക്കെ കാമാക്കി എൻ്റെ ലൈഫിന്റെ ഉത്തരവാദിത്തം എനിക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്താണ്. ശ്രദ്ധ മാറുന്നുണ്ടെങ്കിൽ ആ ശ്രദ്ധ മാറുന്ന സമയത്ത് വീണ്ടും ഒരു ബ്രീത്ത് എടുക്കുക, ചിന്തകളെ അക്സെപ്റ്റ് ചെയ്യുക. ഏത് ചിന്തയും വന്നോട്ടെ, ഇറ്റ്സ് ഓക്കെ, അതിനെ അംഗീകരിക്കുക. ഇപ്പൊ നമ്മളിവിടെ നമ്മുടെ ലൈഫിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള, അല്ലെങ്കിൽ എൻ്റെ ലൈഫിന്റെ ഉത്തരവാദിത്തം എനിക്കാണ് എന്ന രീതിയിൽ എൻ്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി പാകപ്പെടുത്താനുള്ള ഒരു മെഡിറ്റേഷനാണ് ചെയ്യുന്നത്. ഓരോ ശ്വാസം എടുക്കുന്ന സമയത്തും, ഓരോ ശ്വാസം ഞാൻ എടുക്കുന്ന സമയത്തും എൻ്റെ ശരീരവും മനസ്സും കൂടുതൽ കൂടുതൽ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എടുക്കുന്ന ഓരോ ശ്വാസത്തിലൂടെയും എൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള, എന്നെ റിലാക്സ് ആക്കാൻ കഴിയുന്ന, എൻ്റെ മനസ്സിനെ കാമാക്കാൻ കഴിയുന്ന, എൻ്റെ ശരീരത്തെ ഹീൽ ചെയ്യാൻ കഴിയുന്ന ഒരു എനർജി എൻ്റെ ശ്വാസത്തിലൂടെ എൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അതേസമയം ഞാൻ പുറത്തേക്ക് വിടുന്ന ഓരോ ശ്വാസത്തിലും എൻ്റെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് ഇമോഷൻസും ചിന്തകളും പുറത്തേക്ക് പോവുകയാണ്. Take a deep breath in, hold on, breathe out. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് വീണ്ടും ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഒന്ന് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5. Breathe out. Again take a deep breath in. 1 2 3 4 5. Hold on. Relax. Breathe out. ഇനി വളരെ നോർമൽ ആയിട്ടുള്ള, സ്വാഭാവികമായിട്ടുള്ള ബ്രീത്ത് ചെയ്യുന്നതോടൊപ്പം ആ ഒരു ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് സ്വന്തം ശരീരത്തെ വളരെയധികം റിലാക്സ്ഡ് ആയിട്ട്, നിങ്ങളുടെ ശരീരം ഇപ്പോൾ വളരെയധികം റിലാക്സ്ഡ് ആയിട്ട്, വളരെ ലൈറ്റ് ആയിട്ട് ശരീരം മുഴുവൻ
വളരെയധികം ഹീലിംഗ് ആവുന്ന ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്തും നിങ്ങൾ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്ന സമയത്ത് ഈ ശ്വാസത്തിലൂടെ ഒരു പ്രകാശം, ഒരു ദിവ്യപ്രകാശം മൂക്കിലൂടെ മുകളിലോട്ട് കയറി നിങ്ങളുടെ തലയിലൂടെ, തലച്ചോറിനെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ആ തലച്ചോറിന്റെ ഷേപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ആ തലച്ചോറിനെ ആവരണം ചെയ്തുകൊണ്ട്, കവർ ചെയ്തുകൊണ്ട് ഒരു വെളുത്ത പ്രകാശം ഇങ്ങനെ ഒഴുകി, തലച്ചോറിലൂടെ ഒഴുകി താഴേക്ക് നിങ്ങളുടെ തലയിലൂടെ, കഴുത്തിലൂടെ ഇങ്ങനെ താഴേക്ക് ആ ഒരു വെളുത്ത പ്രകാശം ഒഴുകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അതേസമയം നിങ്ങളുടെ ശരീരം ഓരോ ബ്രീത്തിനും വളരെയധികം റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ആ ശ്വാസത്തിലൂടെ നിങ്ങളുടെ മൂക്കിലൂടെ ഉള്ളിലേക്ക് കയറുന്ന വായു എന്ന് പറയുന്നത് ഒരു വെളുത്ത പ്രകാശമാണ് ഉള്ളിലേക്ക് കയറുന്നത്. അതിങ്ങനെ ഉള്ളിലേക്ക് കയറി തലയിലൂടെ നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിലേക്കും ഒഴുകിയെത്താൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തലയിലൂടെ ഇറങ്ങി നിങ്ങളുടെ ശരീരം ആകെ വ്യാപിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അതേസമയം നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും, കഴുത്തും നെഞ്ചും ഇരു കൈകളും, കൈകളുടെ ഓരോ വിരലുകളും, അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോ ആന്തരിക അവയവങ്ങളും കൂടുതൽ കൂടുതൽ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരം ഇപ്പോൾ കൂടുതൽ റിലാക്സ് ആവുകയാണ്. ഈ ഒരു വെളിച്ചം, ഈ ഒരു പ്രകാശം നിങ്ങളുടെ നെഞ്ചിലൂടെ, ഹൃദയത്തിലൂടെ, ശ്വാസകോശത്തിലൂടെ, വയറിലൂടെ കടന്ന് നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും മാലിന്യങ്ങളോ, ചീത്ത ചിന്തകളോ, വികാരങ്ങളോ, ആരോടെങ്കിലും ഉള്ള ദേഷ്യങ്ങളോ, വെറുപ്പുകളോ, വിദ്വേഷങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാം താഴേക്ക് താഴേക്ക് തള്ളിക്കൊണ്ട് ഈ പ്രകാശം നിങ്ങളിലൂടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങാണ്. ഒരു ലൈറ്റ് എനർജി. ആ എനർജി, ആ ലൈറ്റ് നിങ്ങളുടെ 2 കാലുകളിലൂടെയും തുടകളിലൂടെ കാൽമുട്ടിലേക്ക്, കണങ്കാലിലൂടെ കാൽപാദത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ പ്രകാശത്തോടൊപ്പം നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും കാലിലൂടെ നിലത്തിലേക്ക് ഒഴുകി ഭൂമിയിലേക്ക് പതിക്കുകയാണ്. അത് മാത്രമല്ല, ഇനി നിങ്ങൾ എടുക്കുന്ന ശ്വാസത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായും പ്രകാശിപ്പിക്കാൻ കഴിവുള്ള, നിങ്ങളുടെ ശരീരത്തിൽ മുഴുവൻ ഒരു ലൈറ്റ്, ഒരു മിന്നാമിനുങ്ങ് തൻ്റെ ശരീരത്തിൽ മിന്നുന്ന പോലെ നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും മിന്നിക്കുന്ന തരത്തിൽ, ഒരു പ്രകാശം പുറത്തേക്ക് പരത്തുന്ന തരത്തിൽ ഒരു എനർജി നിങ്ങളിലേക്ക് കയറുകയാണ്. Take a deep breath in, breathe out. ഓരോ ശ്വാസം എടുത്ത് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴും നിങ്ങൾക്കിപ്പോൾ വളരെയധികം റിലാക്സേഷൻ ഫീൽ ചെയ്യാണ്. യു ആർ ഗെറ്റിംഗ് റിലാക്സ്ഡ്. കംപ്ലീറ്റ് റിലാക്സേഷൻ, ഡീപ്പ് റിലാക്സേഷൻ. യു ആർ ഗെറ്റിംഗ് റിലാക്സ്ഡ്. യുവർ ഹോൾ ബോഡി, നിങ്ങളുടെ ശരീരം മുഴുവൻ റിലാക്സ് ആവുകയാണ്. ഒരു പഞ്ഞിക്കെട്ട് പോലെ ഭാരമില്ലാത്ത അവസ്ഥയിൽ ഒരു പഞ്ഞിക്കെട്ട് പോലെ ആയിട്ട് നിങ്ങൾ സ്വയം ഇങ്ങനെ റിലാക്സ് ആയിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കടന്നു പോയിട്ടുള്ള എല്ലാവരോടും മാപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു, ക്ഷമിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു. ഈ ഒരു അവസ്ഥയിൽ സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടന്ന സമയത്ത് സ്വന്തത്തോടുള്ള, സ്വന്തം ശരീരത്തോടുള്ള, സ്വന്തം ജോലിയോടുള്ള, സ്വന്തം മനസ്സിനോടുള്ള ഉത്തരവാദിത്തം നടത്താതെ പലപ്പോഴും മാറി നിൽക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതിനെല്ലാം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ശരീരത്തോട് മാപ്പ് പറയാണ്. ഐ ആം സോറി,
I'm sorry. Please forgive me. I thank you. I love you. ആ വലത്തെ കൈയൊന്ന് നെഞ്ചിൽ വെച്ചിട്ട് പറയാം. I'm sorry. Please forgive me. I thank you. I love you. I love myself. ഇത്രയും കാലം എന്നോടുള്ള എൻ്റെ ഉത്തരവാദിത്തം പലപ്പോഴും എനിക്ക് നിറവേറ്റാൻ കഴിയാതായി പോയിട്ടുണ്ട്. ആ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവ രൂപീകരണം, എൻ്റെ ചിന്തയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ, മറ്റുള്ളവരോടുള്ള എൻ്റെ പെരുമാറ്റത്തെ നല്ല രീതിയിലാക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് സ്നേഹത്തിന് പകരം വെറുപ്പും വിദ്വേഷവും എൻ്റെ ഉള്ളിൽ നിന്ന് വന്നു പോയിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ എന്നോട് തന്നെ മാപ്പ് ചോദിക്കുകയാണ്. ഐ എം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ആ കൈകൾ നിങ്ങൾക്ക് വീണ്ടും മണ്ഡലമുദ്രയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെക്കാവുന്നതാണ്. ഇതുവരെ കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങൾക്കും, ലൈഫിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാതെ പോയതിനും, സ്വയം കുറ്റപ്പെടുത്തിയതിനും, എല്ലാത്തിനും ഞാൻ എന്നോട് മാപ്പ് ചോദിക്കുകയാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും ശ്രദ്ധിക്കാതിരുന്നിട്ടും ഇന്ന് ഈ നിമിഷം വരെ എന്നെ സപ്പോർട്ട് ചെയ്ത, എന്നെ സ്നേഹിച്ച, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഈ ശരീരത്തിന് ഞാൻ നന്ദി പറയാണ്. താങ്ക് യു. താങ്ക് യു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഐ എം ഗ്രേറ്റ്ഫുൾ ടു മൈസെൽഫ്. ഐ ലവ് മൈസെൽഫ്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു മൈസെൽഫ്. ഞാൻ എന്നെ വളരെ അഗാധമായും വളരെ ആഴത്തിലും വളരെ ഡീപ്പായും ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. കാരണം എൻ്റെ ലൈഫിൽ, എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എൻ്റെ കൂടെ നിൽക്കാൻ, എന്നെ സഹായിക്കാൻ, എനിക്ക് വേണ്ടി യാത്ര ചെയ്യാൻ, എനിക്ക് വേണ്ടി ചിന്തിക്കാൻ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എൻ്റെ കൂടെ എപ്പോഴും ഉള്ളത് എൻ്റെ ശരീരമാണ്. ഈ ശരീരത്തെ, എന്നെ, എൻ്റെ ഉള്ളിലെ ജീവനെ ഞാൻ അത്രയും സ്നേഹിക്കുകയാണ്. ഇതുവരെ കഴിഞ്ഞു പോയ എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഐ എം സോറി. ഐ എം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ താങ്ക് യു. ഐ ലവ് യു. ഈ ഒരു ഓട്ടപ്പാച്ചിൽ, ജീവിതം ഒരു ഓട്ടപ്പാച്ചിലായിപ്പോയി എനിക്ക്. ഈ ഓട്ടപ്പാച്ചിലിൽ ഒരുപാട് പേരെ വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പേരോട് അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പോലും മനസ്സിൽ വിദ്വേഷം തോന്നിയിട്ടുണ്ട്, വിഷമം തോന്നിയിട്ടുണ്ട്. പലപ്പോഴും അവര് ഇങ്ങോട്ട് എന്നെ വേദനിപ്പിച്ചത് കൊണ്ടൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ അവർക്കെല്ലാം മാപ്പ് കൊടുക്കുകയാണ്. അതേപോലെ ഞാൻ വേദനിപ്പിച്ചവരോടെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഐ എം സോറി. ഐ എം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ താങ്ക് യു. ഐ ലവ് യു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഇന്ന് എനിക്കറിയാം എൻ്റെ ലൈഫിന്റെ ഉത്തരവാദിത്തം എന്നെ സ്വയം ഹീല് ചെയ്ത്, എന്നെ സപ്പോർട്ട് ചെയ്ത്, എൻ്റെ ശരീരത്തെ ആശ്വസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എന്താണോ ചെയ്യേണ്ടത്, ആരെയാണോ കാണേണ്ടത്, എന്ത് മാറ്റമാണോ എന്നിൽ വരുത്തേണ്ടത്, അത് ഞാൻ ചെയ്തിരിക്കും. അത് ഞാൻ ഈ ഒരു നിമിഷം ഞാൻ എടുക്കുന്ന തീരുമാനമാണ്. എൻ്റെ ലൈഫിനെ മാറ്റിമറിക്കാനുള്ള, എൻ്റെ സ്വന്തത്തെ ഹീല് ചെയ്യാനുള്ള, എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണങ്ങാതെ കിടക്കുന്ന മുറിവുകളെ ഉണക്കാൻ, എൻ്റെ ഉള്ളിൽ ഇപ്പോഴും സ്നേഹം ആഗ്രഹിക്കുന്ന എൻ്റെ ഉള്ളിലെ എൻ്റെ സ്വന്തത്തെ, എൻ്റെ ഉള്ളിലെ ചൈൽഡിനെ ആശ്വസിപ്പിക്കാൻ, അതിന് സ്നേഹം കൊടുക്കാൻ അതെൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്തിരിക്കും. ആ ഒരു തീരുമാനം, ആ ഒരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഐ എം സോറി. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഐ എം സോറി. ഐ ലവ് മൈസെൽഫ്. ഐ ലവ് മൈസെൽഫ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു മീ. എൻ്റെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം
ഞാൻ ഏറ്റെടുക്കുകയാണ്. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും എൻ്റെ ചുറ്റുപാടുകൾക്കും എനിക്ക് ഈ ജീവിതം തന്ന എൻ്റെ സൃഷ്ടാവിനും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. താങ്ക് യു, താങ്ക് യു ഓൾമൈറ്റി, താങ്ക് യു ഓൾമൈറ്റി. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എൻ്റെ ലൈഫിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുകയാണ്. Again, take a deep breath in, relax. Take a deep breath in, relax, relax, relax. നിങ്ങളിപ്പോ നിങ്ങളുടെ ഒരു രൂപം, നിങ്ങളുടെ ഒരു രൂപത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ രൂപത്തിനോട് നിങ്ങൾ പറയാണ്, ഇത് എൻ്റെ ലൈഫാണ്. ദിസ് ഇസ് മൈ ലൈഫ്. ഐ ആം ദ ക്യാപ്റ്റൻ ഹിയർ. ഞാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ ക്യാപ്റ്റൻ. എൻ്റെ ജീവിതത്തിനെ മെച്ചപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം എനിക്കാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ആ രൂപത്തിനോട് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു യു, ഐ ലവ് യു, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു. ആ ഒരു രൂപം നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നതായിട്ടും നിങ്ങളെ ചേർത്ത് പിടിക്കുന്നതായിട്ടും നിങ്ങളെ ഷോൾഡറിൽ കൈവച്ച് നിങ്ങളോട് പറയാണ്, യെസ് യെസ് യു ക്യാൻ. നിനക്ക് കഴിയും. നിന്റെ ലൈഫിൽ നീ ആഗ്രഹിച്ചത് എന്താണോ അത് നേടിയെടുക്കാൻ അതിനുള്ള കഴിവും സർവശക്തൻ നിനക്ക് തന്നിട്ടുണ്ട്. അത് നിനക്ക് കഴിയും. നീ ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്താൽ അത് നിന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ആ സ്റ്റെപ്പ് മുന്നോട്ടെടുക്കാനുള്ള ഉത്തരവാദിത്തം നിനക്കുണ്ട്. അത് എടുക്കേണ്ടത് നീയാണ്. ആ രൂപം നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ ഷോൾഡറിൽ കൈ വെച്ചിട്ട്, യെസ് യു ക്യാൻ. നിന്റെ ലൈഫിൽ എന്താണോ നീ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാൻ നിനക്ക് കഴിയും. അതിനുള്ള അപാരമായ ശക്തി നിന്റെ ഉള്ളിലുണ്ട്. ആ ദിവ്യ ശക്തി നിന്റെ ഉള്ളിലുണ്ട്. ആ ദിവ്യ ശക്തി ഒരു പ്രകാശമായിട്ട് നിന്നിലൂടെ ഇങ്ങനെ നിന്റെ ശരീരം മുഴുവൻ അത് വ്യാപിക്കുന്നുണ്ട്. യു ക്യാൻ, you can, yes you can, you have the power, you have the potential, yes you can. ആ രൂപത്തെ ഒന്ന് സ്വന്തത്തോട് ചേർത്ത് പിടിച്ചൊന്ന് ഹഗ് ചെയ്തിട്ട്, ഒന്ന് സ്വന്തം ശരീരത്തോടൊന്ന് ചേർത്ത് പിടിച്ചൊന്ന് ഹഗ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് പിടിക്കുക. എന്നിട്ട് നിങ്ങളുടെ സെൽഫാണ്. ആ സെൽഫിനോടൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി. ഇന്നു മുതൽ നീ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇനി വീണ്ടും ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. സർവസൃഷ്ടാവിൻ്റെ, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ കൈകളിലേക്ക് ഒരു പ്രകാശ രൂപത്തിൽ വന്ന് പതിക്കുന്നതായിട്ട് സങ്കല്പിക്കാം. ആ ഒരു പ്രകാശത്തെ കോരിയെടുത്ത്, രണ്ട് ഉള്ളം കൈകൊണ്ടും അതിനെ കോരിയെടുത്ത് ആ ഒരു പ്രകാശം നിങ്ങൾക്ക് അതേപോലെ നിങ്ങളുടെ തല മുതൽ നിങ്ങളുടെ കാൽപാദം വരെയുള്ള ഭാഗത്തിൽ നിങ്ങൾക്ക് ഒരു മെഡിസിൻ സ്പ്രെഡ് ചെയ്യുന്ന പോലെ ഈ ഒരു ദിവ്യ പ്രകാശത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് ചേർത്ത് ശരീരം മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൈകളിലും കാലുകളിലും മുഖത്തും എല്ലായിടത്തും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഇനി പതിയെ പതിയെ ആ ഒരു എനർജി റിസീവ് ചെയ്ത ശേഷം വളരെ സാവധാനത്തിൽ റിലാക്സ് ചെയ്ത് കണ്ണുകൾ തുറക്കാവുന്നതാണ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഒരു താങ്ക് യു. എന്തെങ്കിലും ഫീൽ ചെയ്തോ? മെഡിറ്റേഷനിൽ ഫീലിംഗ്സ് കിട്ടിയിരുന്നോ? നല്ല മെഡിറ്റേഷൻ ആയിരുന്നു മാം. നല്ലോണം ഫീൽ താങ്ക് യു. എന്തായിരുന്നു ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു അബ്ദുൾ സർ, എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ സംശയമില്ല പറഞ്ഞു, ഞാൻ ഇപ്പം സംസാരിക്കണം. സംസാരിക്കാന്
സംസാരിക്കാം, അല്ലെങ്കിൽ എന്നെ കണക്ട് ചെയ്തോളൂ കേട്ടോ, കണക്ട് കുറച്ച് ചെയ്തോളൂ. കഴിഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നാളെ ആയാലും കുഴപ്പമില്ല. നമ്മൾ ഇതേപോലെ നിങ്ങളുടെ നിങ്ങളെ ഉള്ളിലുള്ള നമ്പറിലുള്ള നാളെ നിങ്ങൾ എന്താണോ, ഓക്കെ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ, നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് എന്താണോ അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളുടെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന ചാലഞ്ചസ് അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പൊ ആ രീതിയിലായിരിക്കും നമ്മുടെ കോഴ്സുകൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. കൃത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരുപാട് കാലം ഞാനിങ്ങനെ അതിൻ്റെ ഒരു പുറകിലായിരുന്നു. ഒരുപാട് ബുക്സും കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിനൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വിസ്ഡം അതായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു 21 ഡേയ്സ് കൊണ്ട് ഷെയർ ചെയ്യുന്നത്. ഈ 21 ഡേയ്സ് കൊണ്ട് അവസാനിക്കില്ല. ഇതൊരു ഫ്രീ മെഡിറ്റേഷൻ ആണ്. അതേസമയം നിങ്ങളുടെ ആ ഒരു ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത്, നിങ്ങളുടെ സെൽഫ് ഹീലിംഗ് നടക്കുന്ന സമയത്ത്, നിങ്ങളുടെ ആ സെൽഫ് ലവ്, അൺകണ്ടീഷണൽ ലവിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ മാത്രമല്ല, നിരുപാധികം നിങ്ങൾക്ക് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാനും എല്ലാവർക്കും സ്നേഹം കൊടുക്കാനും ഉള്ള ആ ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും നിങ്ങളിലേക്ക് തരാൻ പറ്റുന്നത്. അത് ഇതിലൂടെ നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതും. വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വരുന്ന ബ്ലോക്കുകൾ കാര്യങ്ങളൊക്കെ അതിൽ തെറാപ്പി കൂടെ ഉൾക്കൊള്ളിച്ച് ടാസ്കുകൾ ഉണ്ടാകും. ഈ സെഷൻ നമ്മുടെ ക്ലാസ്സുകൾ ലൈവ് കഴിഞ്ഞാലും കൃത്യമായ ടാസ്കുകൾ തന്നിട്ട് അതിലൂടെ കടന്നു പോയിട്ടായിരിക്കും നമ്മുടെ കോഴ്സ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ജോയിൻ ആവുന്ന 10 ആളുകൾക്ക് നമ്മൾ വല്ലാത്തൊരു ഓഫർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഓഫർ നിങ്ങൾ പേഴ്സണലി കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് റീകണക്ട് ആവുന്നുണ്ട്, അത് ക്ലിയർ ആയിട്ടില്ല. ഞാൻ ഏതായാലും നാളെ നിങ്ങളായിട്ട് ബന്ധപ്പെടാം. ഓക്കെ താങ്ക് യു. നിങ്ങൾ കണക്ട് ചെയ്തോളൂ കേട്ടോ. ഈ നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ള നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. പിന്നെ വേറെ ആർക്കും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു മെഡിറ്റേഷന്റെ ആ ഒരു മൂഡോട് കൂടെ സെൽഫിനോടുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണോ, ഇന്ന് മുതൽ എന്ത് സ്റ്റെപ്പാണോ എടുക്കാനുള്ളത് ആ ഒരു സ്റ്റെപ്പ് എടുക്കും. ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യും ലൈഫിൽ. കൃത്യമായി ഞാൻ പറഞ്ഞു 9 ഏരിയാസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഗോൾ സെറ്റിംഗ് ഒക്കെ നമ്മുടെ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് ഒക്കെ എടുക്കുന്ന തീരുമാനത്തോടു കൂടി തന്നെ നിങ്ങൾ നല്ല രീതിയിൽ നല്ല പ്യുവർ മൈൻഡോട് കൂടിയിട്ട് കിടക്കാൻ പോവുക. നാളത്തെ കാര്യങ്ങളൊക്കെ വിഷ്വൽ ചെയ്തുകൊണ്ട്. അപ്പോൾ വേറൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? വേറൊന്നും ഇല്ലല്ലോ. അപ്പോൾ താങ്ക് യു ഓൾ. സെഷൻ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? Thank you so much. താങ്ക് യു ഓൾ.